ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ സംസാരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സാധാരണ നിലയ്ക്ക് ഒരു നേരിയ എഡ്ജ് ഉണ്ടാക്കുമെന്ന് പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നുവെങ്കിലും മറിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത്. തദ്ദേശ വാർഡുകളിലടക്കം, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിലടക്കം വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കുന്നു. കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിലെല്ലാം വിചാരിച്ചതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു UDFിൻ്റെ ദിവസമാണ്. UDF വലിയ വിക്ടറി ഉണ്ടാക്കിയ ദിവസമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നടന്ന സെമി ഫൈനൽ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF നേടുന്ന വിജയം അതൊരു സാധാരണ വിജയം മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു വിക്ടറി ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ച് സമീപ ചരിത്രത്തിൽ അവർക്ക് ഇതുവരെ അവർ അച്ചീവ് ചെയ്തിട്ടില്ലാത്തൊരു സംഗതിയാണ്. സോ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനകത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ ഒരു പ്രകടനം എന്ന് ഉറപ്പായി നമുക്ക് വിളിക്കാൻ കഴിയും. അസംബ്ലി ഇലക്ഷൻ പോലും അതുപോലും അല്ല, അതിനപ്പുറത്തുള്ള വലിയ അടരുകളിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ സൂചനയായിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? LDFിന് സംഭവിച്ചത്? UDFിന് ഈ നേട്ടം എങ്ങനെയാണ് ഉണ്ടായത്? BJP എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? അതോ അവർക്ക് വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ഈ LDFിനെ നോക്കൂ. LDF എപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത് സർക്കാരുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സർക്കാരിൻ്റെ പ്രവർത്തന മികവോ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും ലോക്കൽ തലത്തിൽ പാർട്ടിക്കുള്ള കണക്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ള ബന്ധങ്ങൾ, പ്രവർത്തകർ, പലതരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യർ, അത് CPM-നാണല്ലോ ഏറ്റവും വലുത്. അതിലാണ് അവരുടെ ഒന്നാമത്തെ കോൺഫിഡൻസ്. അതടക്കം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായോ? എങ്കിലും റീസൺ എന്തായിരിക്കും? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറച്ച് പോളിംഗ് പെർസെൻറ്റേജ് ഉള്ള രണ്ട് ജില്ലകൾ, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് പത്തനംതിട്ടയും തിരുവനന്തപുരമാണ്. പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷനിൽ BJP ജയിച്ചു കയറിയാണ്. LDFിന് വലിയ തോതിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡോ സൂചനയാണ്. അതായത് കുറേ അധികം ആളുകൾ LDFിന് വോട്ട് ചെയ്തില്ല എന്ന് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിൽ വിലയിരുത്താം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ തന്നെ ഔട്ട് ഓഫ് ഹൗസിൽ അന്നേരം പറയുന്നൊരു കാര്യമാണ് LDFിൻ്റെ സംഘടനാ സംവിധാനം. ആ സംഘടനാ സംവിധാനം കൊണ്ടാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, ഗ്രാമപഞ്ചായത്തൊക്കെ ജയിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ഇത് നേരെ തിരിച്ചപ്പോൾ UDFിൻ്റെ കാര്യം നോക്കുക, എസ്പെഷ്യലി കോൺഗ്രസിൻ്റെ കാര്യം നോക്കുക. കോൺഗ്രസ്സിന് ഈ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയതിന് ശേഷം UDF നേടുന്ന ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അത്രയും വലിയൊരു വിജയം അവർക്ക് 2010 പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് സംഘടനാ സംവിധാനം ഉണ്ടായേ പറ്റൂ. ഞാൻ UDF എന്ന് പറയുന്നില്ല, കോൺഗ്രസ് എന്നാണ് പറയുന്നത്. കോൺഗ്രസിനാണ് അതില്ലാത്തത്, അത് അവരുണ്ടാക്കിയെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയം. അതല്ലെങ്കിൽ ഇത്ര ഉജ്ജ്വലമായ വിജയത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഇത്തരം വാർഡുകൾ ലഭിക്കുക സാധ്യമല്ല. അത് ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ നോക്കുക. എൻ്റെ വാർഡിൽ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അതൊരു UDF ജയിച്ചു പോകുന്ന വാർഡാണ്, പിന്നീട് LDF നേടിയെടുത്ത വാർഡാണ്. BJPക്ക് അവിടെ സാമാന്യം നല്ല വോട്ടുണ്ട്. ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ കോൺഗ്രസ് ചെയ്തത് ഒരു SC വനിതയെ അങ്ങ് മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു വളരെ ബോൾഡ് ഡിസിഷനാണ് എൻ്റെ വാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ അതുപോലെ അത്രയും സൂക്ഷ്മമായി അവർ ഇത് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്നുള്ളൊരു ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അവർക്ക് സംഘടന ഉള്ളതുകൊണ്ടാണ് അത് നടക്കുന്നത്, വോട്ട് പിടിക്കാൻ ആളുണ്ട് എന്നതാണ്. അപ്പോൾ കോൺഗ്രസ് അവരുടെ സംഘടനാ സംവിധാനം ഈ തെരഞ്ഞെടുപ്പ് കൂടി ശക്തമാക്കിയെന്നതിൻ്റെ തെളിവാണ് ഈ വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇത്രയും വാർഡ് പിടിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർക്ക് നഷ്ടമായിട്ടുള്ള ചില മേഖലകളുണ്ട്, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾ. ഈ ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലേക്ക് പോയതോടുകൂടി അവർക്ക് നഷ്ടമായിട്ടുള്ള ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. അതവർ ആത്മവിശ്വാസത്തോടെ തിരികെ പിടിച്ചു എന്ന് നമുക്ക് കാണാം. അത് ഈ 3 ജില്ലകളിലെയും കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരികയാണ്, കോൺഗ്രസ് തിരിച്ചു വരികയാണ്, UDF തിരിച്ചു വരികയാണ് എന്നുള്ളത് കാണാൻ കഴിയും. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2019 തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള സൈബർ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചിരുന്നു. നമ്മൾ കാണുന്നതും കാണാത്തതുമായ വിവിധ ലെയറുകളിൽ പലയിടങ്ങളിലായിട്ട് വിദ്വേഷ പ്രചാരണം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 1 റാങ്ക് 1 പെൻഷൻ എന്ന പേരിൽ കേരളത്തിൽ തുടങ്ങി വെച്ച ആ വിദ്വേഷ പ്രചാരണം അതെവിടെ എത്തി നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇരയും ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ലഭിച്ചത് UDFിനാണ്. അവരുടെ വോട്ട് ബാങ്കാണ് ഒഴുകിപ്പോയത്. അത് വീണ്ടും അവർ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മധ്യ കേരളത്തിലെ നോക്കുമ്പോൾ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നോക്കുമ്പോൾ അതവർ തിരികെ പിടിച്ചിരിക്കുന്നു. നാലാമത്തെ കാര്യം, ഇത് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ ഇവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു മാൻഡേറ്റ് ആണെന്ന് ഉറപ്പാണ്. അത് വെറുതെ ഒരു ആത്മവിശ്വാസം കൊടുക്കുകയല്ല. ഇപ്പോൾ 2010 ഉണ്ടായതുപോലുള്ള ഒരു ആത്മവിശ്വാസം പോലും അല്ല. അത് കൃത്യമായി ഞാൻ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് എടുക്കുക. നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഒരു മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അത് ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ഒരു ജില്ലയിലുള്ള മൊത്തം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ മൊത്തം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം ആവണമെന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ ഒരു ജിയോഗ്രഫിയും വോട്ടർമാരുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഫലവുമായി കൺവേർട്ട് ചെയ്താൽ ഏതാണ്ട് ഒരു 80 മുതൽ 85 സീറ്റ് വരെ UDF നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ അത് കൃത്യമാവണമെന്നില്ല. എല്ലായിടത്തും ആ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ മറ്റൊരർത്ഥത്തിൽ മുന്നോട്ട് പോയ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ വെച്ച് നോക്കുമ്പോൾ അവർ UDF പുറകോട്ട് പോയിട്ടുണ്ട്. അത് മറ്റൊരു പാഠം കൂടിയാണ്. എവിടെയാണ് ഇനി അവർ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അത് പ്രകടമാണ്. ഇപ്പോൾ ആലപ്പുഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFനാണ് മുൻതൂക്കം, മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ UDF മുന്നേറിയിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിട്ടുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി എവിടെയാണ് UDF ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് അവർ കുറേ കൂടി ഊന്നേണ്ടത് എന്നുള്ള കൃത്യമായ മെസ്സേജ് UDFന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു കാര്യം. നാലാമത്തെ കാര്യം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ എന്താണോ UDF പറഞ്ഞുകൊണ്ടിരുന്നത്, ആ UDF പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തിനോടൊക്കെയാണ് UDF മത്സരിച്ചത്? ഒന്ന്, CPM പോലുള്ള ശക്തമായ പാർട്ടിയോട്, അവരുടെ പ്രചാരണ സംവിധാനങ്ങളോട്, അവരുടെ സൈബർ വിങ്ങിനോട്, അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തോട്, LDFനെ സഹായിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണൽ ഫോഴ്സിനോട്, ഇതിനോടെല്ലാമാണ് UDF പോരാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ UDF പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ LDF സെറ്റ് ചെയ്ത് വെച്ചൊരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവിനെ മറികടക്കാൻ സാധിച്ചു. പറഞ്ഞത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്കത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിൽ അകറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നു പോരുന്നത്. അതിനെ പാരമ്യത്തിലെത്തിയിരുന്നു. അത് ഇനി കേരളത്തിൽ അത് ചെലവാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായൊരു മെസ്സേജ് LDFന് ലഭിച്ചിരിക്കുന്നു, CPM ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. VD സതീശൻ അതാണല്ലോ പറഞ്ഞത്, നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ല, 1987 EMS തുടങ്ങി വെച്ചാൽ EMS ഇൻവെൻറ്റ് ചെയ്തൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അറ്റാക്ക് ചെയ്യുക, ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് EMSൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി അന്ന് LDFന് അനുകൂലമായത് അന്ന് BJPയോട് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് LDF ചെയ്യുന്ന ആ സ്ട്രാറ്റജിക്ക് ഗുണഭോക്താക്കൾ BJP ആണെന്നുള്ളതിന് തിരുവനന്തപുരം തെളിവാണ്. മറ്റ് പലയിടത്തും തൃപ്പൂണിത്തുറ പോലുള്ള മുനിസിപ്പാലിറ്റികൾ പലയിടത്തും BJP അധികാരത്തിലേക്ക് വരുന്നതിന് പൂഞ്ഞാർ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങൾ നോക്കുക. പൂഞ്ഞാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ PC ജോർജിൻ്റെ സ്ഥലമാണ്. അപ്പോൾ LDF നടത്തുന്ന ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ഗുണപ്പെടുന്നത് BJPക്കാണ് എന്ന് നമ്മൾ തന്നെ ഇവിടെ നിന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായി വരികയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത് പറയാൻ നമുക്ക് വലിയ പൊളിറ്റിക്കൽ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല. എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്, ഈ വിദ്വേഷ പ്രചാരണം എങ്ങനെയാണ് രാഷ്ട്രീയമായി കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ആരാണ് കൺസ്യൂം ചെയ്യുന്നത്, ആരുടെ രാഷ്ട്രീയ ബോധ്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ആർക്കെതിരാണ്, ആർക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വോട്ട് ഒലിച്ചു പോയത് എങ്ങോട്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും അവരത് തിരുത്താൻ തയ്യാറായില്ല. പകരം കൂടുതൽ അഗ്രസീവായ അതേ സ്ട്രാറ്റജി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയും അതവർ തുടർന്നു. അതിൻ്റെ അനിവാര്യമായ തിരിച്ചടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അവരെന്ത് ചെയ്യും? ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടുടനെ വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ്? അതേ പല്ലവി തന്നെയാണ്. UDFൻ്റെ വിജയത്തിന് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പച്ചയ്ക്ക് പറയുകയാണ്. അതായത് അത്രയും അഗ്രസീവായ ഒരു നടത്തിയ കാര്യം പൊട്ടിപ്പാളിസായി കഴിഞ്ഞിട്ടും അതേ കാര്യം ആവർത്തിക്കാനുള്ള ഒരു തരം എന്താണ് പറയുക, ധാർഷ്ട്യം എന്നോ ഔദ്ധത്യം എന്ന് പറയാമെന്ന് നമ്മളിന്ന് CPM സംസ്ഥാന സെക്രട്ടറി സ്ലോ വിഡ്രോവൽ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക ചിലപ്പോൾ. ഇതിന് വല്ല വിഡ്രോവൽസിൻ്റെ ഉണ്ടോ നിഷാദെ? ഇതാണ് അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലല്ലോ. ഇത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് എന്താ പ്രശ്നം? ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തെറ്റിപ്പോയി, ഇത് തെറ്റായിരുന്നു എന്ന് പറയുന്നത് എന്താ കുഴപ്പം? തെറ്റാണ് തെളിഞ്ഞിട്ടും, പച്ചയ്ക്ക് പട്ടാപ്പകൽ തെളിഞ്ഞിട്ടും അത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് എന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെ ഇനി മറ്റൊരു പ്രധാന പ്രശ്നം, ഇനി അതും കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം കൊണ്ടുള്ളൂ. LDFനെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു പോയാൽ ഉത്തരത്തിലുള്ളത് പോവുകയും ചെയ്തു, ആ കക്ഷത്തിൽ എടുക്കാനും പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പ്രശ്നം വരുമോ എന്നുള്ളതുകൊണ്ടാണെങ്കിൽ ഈ പറഞ്ഞ നിഷ പറഞ്ഞത് ശരിയാണ്, ഒരു മെല്ലെ സ്ലോ വിഡ്രോവൽ ആയിരിക്കും നല്ലത്. പക്ഷേ ആ സ്ലോ വിഡ്രോവലിൽ പോലും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളിനി എത്ര വിദ്വേഷം പ്രചരിപ്പിച്ചാലും, എത്ര തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വർഗീയത പറഞ്ഞാലും ജനങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, കമ്മ്യൂണലായിട്ടില്ല എന്നുള്ള തെളിവാണിത്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ആളുകളൊക്കെ മാറിപ്പോയി, ആളുകളൊക്കെ മാറി ചിന്തിച്ചു, ഇപ്പോൾ പുതിയ ഇന്ത്യയാണ്, പുതിയ ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയം ഇങ്ങനെ പിടിമുറുക്കുകയാണ്, വർഗീയതയാണ്, ധ്രുവീകരണമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് വർഗീയമായിട്ടല്ല എന്നുള്ളതിന് തെളിവാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, കഴിഞ്ഞ 5 വർഷം ഈ കേരളം ഉൽപ്പാദിപ്പിച്ച വെറുപ്പിൻ്റെ അളവൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്യുകയോ ഫേസ്ബുക്കോ ട്വിറ്ററോ എടുത്ത് നോക്കുകയോ ചെയ്താൽ മതി, വാട്സപ്പ് നോക്കിയാൽ മതി. കേരളം ഉൽപ്പാദിപ്പിച്ച വെറുപ്പിൻ്റെ അളവ് എത്രയായിരുന്നു? അത് മുഴുവൻ ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾ കൺസ്യൂം ചെയ്തിട്ടും അതിന് ഒരു തരത്തിലുള്ള ഗുണവും ആ വെറുപ്പിൻ്റെ ഉൽപ്പാദകർക്കോ പ്രായോജകർക്കോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കമ്മ്യൂണലായിട്ടല്ല ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, രാഷ്ട്രീയ സാക്ഷരരാണ് എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോലെ. ഓക്കെ, ദാവൂദ് സാഹിബ്, ഇതിനകത്ത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെ പ്രചാരണ ഘട്ടത്തിൽ സ്വീകരിച്ച സ്ട്രാറ്റജീസിനുണ്ടായിട്ടുള്ള ഒരു അതിൻ്റെ ഫലമാണോ, അതിൻ്റെ ഫലവും അതിൻ്റെ തിരിച്ചടിയുമാണോ ഈ കണ്ടിട്ടുള്ളത്?
അത് അതിനപ്പുറത്ത് ഒരു 9 വർഷത്തെ കാലത്തെ സർക്കാരിൻ്റെ ഒരു ഭരണമുണ്ടല്ലോ, ആ ഭരണത്തിൽ സ്വീകരിച്ച നയപരിപാടികൾ, കൊണ്ടുവന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ ഇടയ്ക്കുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അവയെല്ലാം കൂടിയും ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒന്ന് എന്ന നിലയ്ക്ക് നമുക്ക് മൊത്തത്തിലാണോ അതിനെ കാണാൻ കഴിയുക? ഒന്ന്. രണ്ട്, ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഈ തിരിച്ചടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തിരുത്തൽ നടത്തി പോന്നു, തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്ന്. CPM-നെ സംബന്ധിച്ച് ഒരു തിരുത്തൽ എന്ന് വെച്ചാൽ അവർക്ക് അത് ഏത് പോർഷനിലാണ് തിരുത്തേണ്ടി വരിക? അല്ല, അതിലൊന്നാമത്തത് ഈ ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നതിലൊരു കൗതുകകരമായ ഒരു ഘടകം, ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫാക്ടർ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു നയം, അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നുകൊണ്ട് ജനങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു പൊളിറ്റിക്കൽ ട്രെൻഡായിരുന്നു. ഇന്നത് ഒരു രാഷ്ട്രീയമായൊരു തൂത്തുവാരലായിരുന്നു. അത് മനസ്സിലാവണമെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ റിസൾട്ട് എടുത്താൽ മതി. ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംഭവം കോൺഗ്രസ്സുകാർക്ക് അറിയോ അങ്ങനെ സംഗതി ഉള്ളത്? ഈ കോൺഗ്രസ്സുകാർ സാധാരണതയിൽ മൈൻഡ് ചെയ്യാത്ത, അധികം ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണത്. എന്നു ചിലപ്പോൾ ഈ കോളേജ് തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പോളിടെക്നിക്, ITI യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലായിടത്തും SFI ജയിക്കുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ KSPക്കാർക്ക് അറിയ പോലും ഉണ്ടാവില്ല, ഇന്ന് പോളിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതേമാതിരി കിടക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ അടരുകളും, നമ്മളീ പറയുന്ന 3 ടയർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അത് മാറ്റി നിർത്തി മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, എക്രോസ് സ്പെക്ട്രം ജനം എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു രാഷ്ട്രീയമായ ഒരു വലിയൊരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങനെ സംഭവിക്കില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങനെ സംഭവിക്കുന്ന അപൂർവമായ സന്ദർഭങ്ങളുണ്ടെന്ന് വെച്ചാൽ മുമ്പ് ആദ്യമായിട്ടും അവസാനമായിട്ടും മറ്റേ ജില്ലാ പഞ്ചായത്ത് കൗൺസിലുകൾ ഉണ്ടായിരുന്ന സമയത്ത് EMS ജില്ലാ കൗൺസിൽ നമ്മുടെ ഇറാഖ് വാർ നടക്കുന്നു, ഞങ്ങൾ സദാം ഹുസൈൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്ന് അന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് CPM-ന് വലിയ ഈ നിലക്കുള്ളൊരു സംഗതി ഉണ്ടായിട്ടും അതിഭയങ്കരമായിട്ടുള്ളൊരു മുന്നേറ്റം. ഏതാണ്ട് സമാനമായ രീതിയിൽ UDF-ൻ്റെ ചരിത്രത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയമായ നയങ്ങളോടുള്ള വിയോജിപ്പാണ്. അതിൽ ഒരു പെർട്ടിക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പിനോടുള്ള ഇതാണോ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. ഓഫ് കോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പരാജയം നമ്മൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് നിശ്ചയമായിട്ടും അത് 1-ാം തീയതി മുതൽ അതിശക്തമായ വിമർശനം, ജനരോഷം വിളിച്ചു വരുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ മിനിസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അത് മോശമായിരുന്നു ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചുമ്മാ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തും പോയി നോക്കിയാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അതർവൈസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ജനദ്രോഹപരം എന്ന് പറയാവുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഹൈവേകളിൽ വികസനം നടക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതിയാണെങ്കിലും അതിന് വഴിയൊരുക്കിയത് പിണറായി വിജയനാണ് എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ഹൈവേകളുടെ വികസനം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് പ്രഖ്യാപിച്ചുള്ള ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, അതൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഇലക്ഷനിൽ പാർട്ടിയെ, മുന്നണിയെ സേവ് ചെയ്യാൻ ഒരു ഭരണാധികാരിക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി അവർ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് വീഴ്ചകൾ അംഗീകരിക്കാൻ അവർ സന്നദ്ധമായിട്ടില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആളില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറില്ല എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന നിലയിലാണ് എതിരിടാവുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇത് LDFൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ്. അപ്പോൾ അതിൽ നിഷാദ് ചോദിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നില്ല LDFനുണ്ടായിരുന്നത്. LDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റുന്നത് കമ്മ്യൂണൽ സ്ട്രാറ്റജിയാണ്. ഈ കമ്മ്യൂണൽ സ്ട്രാറ്റജി നടക്കില്ല കേട്ടോ. അത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ CPM അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. ആ പരിപാടിയായിട്ടാണ് CPM പോകുന്നതെങ്കിൽ എടുത്ത് പുറത്തേക്കിടും എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ CPM അത് മനസ്സിലാക്കുന്നില്ല. 2024 അത് പറഞ്ഞു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കൂ, അതിൻ്റെ പാരമ്യത്തിലെത്തിയ സന്ദർഭമായിരുന്നു. പെഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് UDF മത്സരിക്കുന്നതെന്നാണ് CPM അവിടെ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ബജ്റംഗ് ദളികൾ പോലും ഏറ്റവും വിഷലിപ്ത പ്രചാരം നടന്ന ഈ സംഘപരിവാര കൂടാരത്തിലെ വിഷപ്പാമ്പുകൾ പോലും പ്രചരിപ്പിക്കാത്ത വിദ്വേഷം നിലമ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞു. ആരെ മുൻനിർത്തിയിട്ട്?
മതേതര കേരളത്തിൻ്റെ എന്താണ് അഭിമാന ബിംബം എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്ന സ്വരാജിനെ മുൻനിർത്തിയിട്ട് അവിടെ പ്രചരിപ്പിച്ചത് പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ നെല്ലിക്കുഴിയിൽ എന്താ ഒരു അനൗൺസ്മെൻ്റ് നടത്തിയത്? ഈ അജിംസിൻ്റെ നാടാണത്. ഹിസ്ബുൽ മുജാഹിദിനാണ് മത്സരിക്കുന്നത്. ഇത് ഇവിടുത്തെ RSSകാർ BJPക്കാർ ഇങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുൽ മുജാഹിദീൻ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDFന് വോട്ട് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് നിഷാദ് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല, ഇത് കമ്മ്യൂണൽ സ്ട്രാറ്റജി ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പല്ല് തേപ്പ് കഴിഞ്ഞാൽ ചെയ്യുന്ന പണി എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി AK ബാലൻ പറഞ്ഞത് UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി മാറുക എന്ന ലളിതമായൊരു സംഗതി അവിടെ ഉണ്ടല്ലോ. ഇതെന്താണ് ഈ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഇത് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു പ്രസംഗിക്കാറ്. കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും കേട്ടോ എന്നാണ് പറയുക. നരേന്ദ്രമോദി എന്താണോ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് സമയത്ത് ചെയ്തത്, അഹമ്മദ് പട്ടേലിനെയും പർവേസ് മുഷറഫിനെയും മുൻനിർത്തിയായിരുന്നു അദ്ദേഹം ഇവിടെ ക്യാമ്പയിൻ നടത്താറുണ്ടായിരുന്നത്. അത് തന്നെയാണ് MV ഗോവിന്ദനും പിണറായി വിജയനും കേരളത്തിൽ ചെയ്തത്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയേ അല്ല, ഇത് പച്ചയായ വർഗീയ അജണ്ടയായിരുന്നു. അത് നടക്കില്ല, അത് കേരളത്തിൽ വിജയിക്കില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ് ഒരു ദിവസം എന്നുള്ള ഇന്നത്തെ ദിവസം പ്രസക്തി. പക്ഷെ അതിൽ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് CPM ഇങ്ങനൊരു പൊസിഷനിലേക്ക് പോകുന്നത്? CPMമാർ ഈ വർഗീയതയെക്കുറിച്ച് അല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർക്കറിയാത്തതുകൊണ്ടല്ല. ഈ പെർട്ടിക്കുലറായിട്ടുള്ള ഈ സംഗതി ഇപ്പം ഇദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഈഴവർക്ക് ശ്വാസം മുട്ടി ജീവിക്കാൻ വയ്യ, ശ്വാസം മുട്ടി ജീവിക്കാൻ വയ്യ എന്നാണ് പ്രസംഗിച്ചത്. ഈ മനുഷ്യനെ അടുത്ത ദിവസം മാലയിട്ട് സ്വീകരിക്കുന്നു. 3-ാം പക്കം സ്റ്റേറ്റ് കാറിൽ കയറ്റി കൊണ്ടുപോകണം മുഖ്യമന്ത്രി. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് 3-ാം ദിവസമല്ല അയ്യപ്പ സംഗമത്തിന് 3-ാം ദിവസം പറഞ്ഞാൽ നാളെ ദാവൂദിനെ റീബട്ടൽ വരും. 3-ാം ദിവസം കള്ളം പറഞ്ഞു. അപ്പോൾ ഈ എന്തിനെങ്ങനെ ചെയ്യുന്നത് ഇന്ന് നോക്കണം കേട്ടോ. ഈ മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് 33 ഡിവിഷനിൽ ഇപ്പോൾ വരുന്ന വെച്ചാൽ 32-ലും UDF വിജയിച്ച് നിൽക്കുകയാണ്. 33-ാമത്തേൽ ഫലം പുറത്ത് വന്നിട്ടില്ല. മിക്കവാറും സംപൂജ്യരാകാനുള്ള മാക്സിമം പോലെ ഒരു സീറ്റ് മാത്രമാകാൻ പോവുകയാണ്. മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLAമാരുള്ള ജില്ലയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ്. ഈ മലപ്പുറത്തെക്കുറിച്ച് ഈ ശുദ്ധ വർഗീയത പറഞ്ഞ ഒരാളെ, മുസ്ലിങ്ങളെക്കുറിച്ച് ശുദ്ധ വർഗീയത പറഞ്ഞ ഒരാളെ അയാളെ സ്റ്റേറ്റ് കാറിൽ കയറ്റി കൊണ്ട് നടക്കുന്നതിൽ ഒരു വൈക്ലഭ്യവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായ ഒരു വർഗീയ സന്ദേശം കൊടുക്കുകയാണ്. എന്താണ് ആ സന്ദേശം? ഹിന്ദു ക്രിസ്ത്യൻ പച്ചക്ക് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം സൃഷ്ടിച്ച്, മുസ്ലിം വിരുദ്ധമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഞങ്ങൾ വിജയിക്കും, നമുക്കങ്ങനെ വിജയിക്കാം, നമുക്കങ്ങനെ വിജയിക്കണം കേട്ടോ. ഇങ്ങേരെ പിടിച്ച് കാറിൽ കയറ്റുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് അതാണ്, നമുക്ക് അവന്മാരെ തൂക്കണം, നമുക്ക് വിജയിക്കണം. ഇത്രയും വർഗീയത, ഇത്രയും സ്പഷ്ടമായിട്ടുള്ള വർഗീയത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഇടതുപക്ഷ പാർട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായുള്ള കാര്യമാണ്. പക്ഷേ അവരത് ബോധപൂർവമാണ് ചെയ്തിട്ടുള്ളത്. ബോധപൂർവം ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു അഹമ്മദ് പട്ടേൽ എന്നുള്ളതൊരു നാട്ടക്കുറി, പർവേസ് മുഷറഫ് എന്നുള്ളൊരു നാട്ടക്കുറി വെക്കുന്നത് പോലെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു നാട്ടക്കുറി വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്രോണോളജി ഇങ്ങനെ എടുക്കുക, എങ്ങനെയാണത് വന്നതെന്നുള്ള ഡൈസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2019 മുതലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും LDFും തമ്മിലൊരു അകൽച്ച തുടങ്ങുന്നത്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകണം ഒരു ദേശീയ പോളിസിയുടെ ഭാഗമായിട്ട് അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു. അന്ന് മുതലാണ്. അതിനു മുമ്പ് നമുക്കറിയാം ഒരുപാട് രംഗങ്ങളിൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും CPM സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിന് പുറത്ത് ആ നിലയ്ക്കുള്ള സഹകരണമുണ്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ KT ജലീൽ എന്ന് പറയുന്ന ആൾ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാണ്. CPMന് KT ജലീൽ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ആധികാരിക ശബ്ദം എന്നാണ് ഗോവിന്ദൻ മാഷ് ഇപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുക ദ മോസ്റ്റ് ഫൂളിഷ്
പൊളിറ്റീഷ്യൻ കേരള ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ് എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ആശയമാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ എന്താണ് പിന്നെ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് കിട്ടും, അതേപോലെ എന്ത് ചെയ്യും, അപ്പുറത്ത് അടിപൊളിയാണ്, ഈ കൺസോളേഷൻ നടക്കും. അപ്പോൾ കേട്ടു നോക്കിയാൽ നല്ല ഐഡിയ ആണല്ലോ അത്. പിന്നെ ഉറുദു പേരൊക്കെയാണ് അതിനാവശ്യമായ ഇക്ബാൽ കവിതകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അതാണ് വർക്കൗട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ശരിക്കും കൃത്യമായിട്ടൊന്ന് വകതിരിച്ച് മനസ്സിലാക്കണം. ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് കിട്ടും എന്നുള്ളത് അതൊരു 10-15 വർഷം മുമ്പാണെങ്കിൽ ശരിയായിരുന്നു. അത് ആ നിലക്കുള്ള സംഘടനാ വൈരം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം മുസ്ലിങ്ങൾക്കിടയിലുള്ള അവരുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ല, ന്യൂസ് റൂമുകൾ മനസ്സിലാക്കിയിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് അത് മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന ഇതാണ്, ആ സംഘടന ഇത്രയാണ്, ഈ സംഘടന ഇത്രയാണെന്ന് പറയും. അതൊരിക്കലും ശരിയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സംഘടനാരഹിതരായ മുസ്ലിങ്ങളാണ്. രാവിലെ സുന്നിയും ഉച്ചയ്ക്ക് മുജാഹിദും വൈകുന്നേരം ജമാഅത്ത് ഇസ്ലാമിയും നേരെ തിരിച്ചും ഇങ്ങനെയൊക്കെ ആകുന്ന ആളുകളാണ്. അവർ കുട്ടികളെ മതം പഠിപ്പിക്കാൻ സുന്നികളുടെ മദ്രസയിൽ അയക്കും, ഉച്ചയ്ക്ക് മുജാഹിദുകാരുടെ പള്ളിയിലായിരിക്കും പോകുന്നുണ്ടാവുക, ജമാഅത്തുകാരുടെ പ്രസിദ്ധീകരണമായിരിക്കും വായിക്കുന്നുണ്ടാവുക, അവർ സെക്യുലർ എഡ്യൂക്കേഷൻ MES ആയിരിക്കും സമീപിക്കുന്നുണ്ടാവുക, അവർ വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ ഒരു കേന്ദ്രീകൃത കമാൻഡിന് കീഴിൽ കഴിയുന്ന കുറേ കൂട്ടങ്ങളല്ല, കുറേ കമ്പാർട്ട്മെൻറ്റുകളല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് ഇത്തരം കമ്പാർട്ട്മെൻറ്റലൈസേഷനെ ട്രാൻസെൻഡ്, അതിനെ മറികടന്ന ഒരു അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പോർഷൻ എന്ന് പറയുന്നത്. ഈ നിലക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മാറി മാത്രമല്ല, ഇങ്ങനെ സംഘടനാ വൈരം കൊണ്ട് നടക്കുന്നവരെ തള്ളിക്കളയുന്നു. സംഘടനാ വൈരം പറയുന്നവരെ അവർ ഉൾക്കൊള്ളുന്നില്ല. അത് ഒരു ഔട്ട്ഡേറ്റഡായ കാര്യമാണ്, ഒരു തേഞ്ഞ കാര്യമാണ്, അതുമായിട്ട് നടക്കല്ലേ എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാസ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറിയാക്കിയത് കൊണ്ട് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടാമെന്നുള്ളത് പഴയൊരു വളാഞ്ചേരി തിയറിയാണ്. പക്ഷേ ഗോവിന്ദ മാഷ്ടെ ആൻറ്റിനയ്ക്ക് അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഈ മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് കിട്ടും എന്നുള്ള അതും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ CPM എന്താ വിചാരിക്കുന്നത്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശത്രുക്കളായി കാണുന്ന, അതായത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിം തീവ്രവാദികളെല്ലാം പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴേക്ക് കൂട്ടത്തോടെ CPMൻ്റെ കൂടെ വരാൻ മാത്രം വിഡ്ഢികളാണ് ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നാണോ MB ഗോവിന്ദനും പിണറായി വിജയനും വിചാരിക്കുന്നത്? കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേതൊരു കമ്മ്യൂണിറ്റിയേക്കാളും കൂടുതൽ മറ്റ് മതസമൂഹങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് അവർ നടത്തുന്ന ചാരിറ്റി നെറ്റ്വർക്കുകൾ എല്ലാ മുസ്ലിം സംഘടനകൾക്കും അതിവിപുലമായ കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും മതസാമുദായിക സംഘടനകളെക്കാളും ഗംഭീരമായ ഗ്രാസ് റൂട്ട് നെറ്റ്വർക്കുള്ള ചാരിറ്റി നെറ്റ്വർക്കുള്ള NGOകളുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. അവർ നടത്തുന്ന എൻഗേജ്മെൻറ്റും എല്ലാ മതസമൂഹങ്ങളുമായിട്ടും അതിവിപുലമായ സജീവമായ എൻഗേജ്മെൻറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിനെ ചൂണ്ടിയിട്ട് ഇവന്മാർ അപകടകാരികളാണ്, നിങ്ങളൊക്കെ പിടിച്ച് പുഴുങ്ങാൻ പോവുകയാണ് എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോഴേക്കും അത് വിശ്വസിക്കുന്നവരല്ല. പിണറായി വിജയൻ്റെ പാർട്ടിക്കുള്ളതുപോലെയോ ചിലപ്പോൾ അതേക്കാൾ കൂടുതലോ മറ്റ് സമൂഹങ്ങളുമായിട്ട് എൻഗേജ്മെൻറ്റുള്ളൊരു സമൂഹമാണിത്. അത് മനസ്സിലാക്കണം. അവരെ പറഞ്ഞ് പേടിപ്പിച്ച് ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ, ഒരു പോക്കാച്ചി വരുന്നേ എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചാൽ നമുക്ക് വോട്ട് വാരിക്കളയാം എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പേടിക്കുന്ന കുറച്ചാളുകളുണ്ട്. അവർ അരിവാൾ ചുറ്റിയൊക്കെ കുത്തില്ല, അവർക്ക് കുത്താൻ അപ്പുറത്ത് വേറെ ചിഹ്നമുണ്ട്, പ്രോമാക്സ്. അതെ, ഇതിൻ്റെ പ്രോമാക്സ് വേർഷൻ ഉണ്ട്. അതാണ് സംഭവിച്ചത്. അത് നോക്കൂ, സാധാരണഗതിയിൽ BJP നേട്ടം ഉണ്ടാകും. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ BJP വലിയ നേട്ടം ഉണ്ടാക്കി ഞാൻ പറയുന്നില്ല, പക്ഷേ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധേയമായ കാര്യം, സാധാരണ BJP നേട്ടം ഉണ്ടാകും. ആരാണ് ലൂസർ? ആർക്കാണ് നഷ്ടം ഉണ്ടാകാറ്? കോൺഗ്രസ്സിനാണ് നഷ്ടം ഉണ്ടാകാറ്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം
BJP നേട്ടം ഉണ്ടാക്കിയിടത്തെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലായിടത്തും നഷ്ടമുണ്ടായിരിക്കുന്നത് ആർക്കാണ്? ലെഫ്റ്റിനാണ്. ലെഫ്റ്റിനാണ്, CPM-നാണ്. എന്താണത്? CPM കുത്തിവെച്ച് കൊടുത്ത ഈ വിഷമുണ്ടല്ലോ, അത് ആവാഹിച്ച മനുഷ്യർ അവർ അരിവാൾ ചുറ്റികയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല, അവർ താമരയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷം CPM-ന് ഇറക്കാൻ ഇനി പറ്റില്ല, അത് അത്ര എളുപ്പം ഇറക്കാൻ പറ്റുന്ന വിഷമല്ല. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഉത്തരത്തിലുള്ളത് പോവുകയും അപ്പുറത്തുള്ളത് കിട്ടാതിരിക്കുകയും ചെയ്ത, നമുക്ക് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞാണ് CPM ഈ കളി കളിക്കരുത്. ഇത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഇത് കളിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ കളി കളിക്കല്ലേ എന്ന് ബുദ്ധിയുള്ള മനുഷ്യർ ഇവരോട് പലതവണ പറഞ്ഞാണ്. പക്ഷെ അതിനത് അവർക്കത് ഏതെങ്കിലും നിലക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ ഗോവിന്ദ മാഷ്ട പത്രസമ്മേളനം അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വെള്ളാപ്പള്ളി നടേശനെയാണ് ഇന്ന് വണ്ടി കയറ്റിയതെങ്കിൽ നാളെ വാശി തീർക്കാൻ പ്രതീഷ് വിശ്വനാഥയും ഒരുപക്ഷെ കാറിൽ കയറ്റിയേക്കാം. ആ നിലയിലാണ് അവർ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്.